എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മരിച്ചു കിടക്കുന്ന അനഘയും അനഘയുടെ കുട്ടിയെ കാണാനും ഒക്കെ ആയിട്ട് മുത്തശ്ശനും ആദർശും അവരെല്ലാവരും ആ വീട്ടിലോട്ട് വരുന്നുണ്ട്. അന്നേരം അഭി ഏർപ്പാടാക്കി നിർത്തിയേക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവർ ചെറുതായിട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആദർശിൻ്റെ കുട്ടിയാണ് അനഘയുടേത്, അതുകൊണ്ട് അനഘ മരിച്ചുപോയി, ഇനി ആ കുട്ടിക്ക് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ആദർശ് കൊണ്ടുപോകണം ആ കുട്ടീനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ആദർശം അനഘയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് ഫോട്ടോയൊക്കെ അവിടെ ഉണ്ടല്ലോ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, വെറുതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പേരിൽ കുറേ ബഹളം വെച്ച് ഞാനും അവളോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല എന്ന് തന്നെ പറയുന്നു. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അന്നേരം ആ കുട്ടി പുറകെ ഓടി വന്ന് ആദർശിൻ്റെ കൈ പിടിക്കും. എന്നിട്ട് എന്നെ കൂടി കൊണ്ടുപോ അച്ഛ, എന്നെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകല്ലേ എന്നൊക്കെ പറയുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലാതെ മുത്തശ്ശൻ ആ കുട്ടിയെ അവിടുന്ന് അങ്ങ് എടുക്കുവാണ് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ആദർശിൻ്റെ വിഷമം കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ ദേഹത്ത് ചെളിവാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് നമ്മുടെ കമ്പനിയെ കൂടിയാണ്, അതുകൊണ്ട് നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കാൻ നമുക്ക് ഇപ്പം ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. ഏതായാലും അനന്തപുരിയിലേക്ക് കയറി വരുമ്പം കുഞ്ഞിനെ എടുത്തേക്കുന്ന അഭിയാട്ടോ ചേർത്ത് പിടിച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാ ചതി ഒപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ മുഖം കണ്ടാൽ അതൊന്നും തോന്നത്തില്ല. ഏതായാലും അകത്തേക്ക് കയറി വരുമ്പോൾ ദേവയാനിയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരു കുട്ടിയെ കാണുമ്പം. ഏതായാലും മുത്തശ്ശനും ആദർശും ഒന്നും മിണ്ടുന്നില്ല, അവരും അവിടെ നിൽപ്പുണ്ട്. ഇനി നാളത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പേരിലുള്ള പൊരിഞ്ഞ അടിയായിരിക്കും. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.